സദ്യ സ്പെഷ്യൽ മത്തങ്ങ വൻപയർ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ കുതിർത്ത് വെച്ച വൻപയറും കഷ്ണങ്ങളാക്കി മത്തങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അതിലോട്ട് കുതിർത്ത് വെച്ച പയറും മത്തങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മൾക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങയും 3-4 ചുമന്നുള്ളിയും 3 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും 3 പച്ചമുളകും 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. എയർ പോയതിന് ശേഷം തുറന്നു നോക്കുക. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒരു 2 മിനിറ്റ് വേവിക്കുക. ഇനി ഇതിലോട്ട് താളിച്ചൊഴിക്കുന്നതിന് ആവശ്യമായി ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. കുറച്ച് 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങ ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് അടിപൊളി മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊപ്പം കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.